രാജ്യത്തെ കോടതികളിൽ കേസുകൾ കുന്നുകൂടുന്നതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ജുഡീഷ്യറിയെ ഉപദേശിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തന്നെ നീതിന്യായ വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന ഏറ്റവും വലിയ വ്യവഹാരിയായി മാറുന്ന വിരോധാഭാസത്തിനാണ് സുപ്രീം കോടതി ഇപ്പോൾ അടിവരയിട്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് സ്വന്തം പൗരന്മാരോട് പകപോക്കുന്ന പ്രവണത ജനാധിപത്യ സർക്കാരുകൾക്ക് ഭൂഷണമല്ലെന്ന കടുത്ത താക്കീതാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ ബെഞ്ചിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കേവലം 11 ദിവസത്തെ അവധിയുടെ പേരിൽ 10 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സാധാരണ കോൺസ്റ്റബിളിനെ പിരിച്ചുവിട്ട സർക്കാർ നടപടി ഭരണം എന്നത് വെറും അധികാര പ്രയോഗമല്ലെന്നും അതിൽ നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും അംശമുണ്ടാകണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ പരിശോധിക്കുകയും നീതിയല്ലെന്ന് വിധിക്കുകയും ചെയ്ത ഒരു വിഷയത്തിൽ ഒരു ദരിദ്രനായ തൊഴിലാളിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ വാതിലിൽ മുട്ടുന്ന സർക്കാരിന്റെ വാശിയെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? ഈ കേസിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അമിത ജാഗ്രതയെയും കോടതി പരിഹസിക്കുന്നുണ്ട്. ഓഡിറ്റും വിജിലൻസും വരുമെന്ന് ഭയന്ന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കുന്നതിന് പകരം എല്ലാ കേസുകളും കോടതിയുടെ തലയിൽ കെട്ടിവെക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണ്. സർക്കാർ അഭിഭാഷകർ കേവലം ഫയലുകൾ നീക്കുന്നവർ മാത്രമാകരുത്, മറിച്ച് സർക്കാരിന് ശരിയായ നിയമോപദേശം നൽകാൻ പ്രാപ്തിയുള്ളവരാകണം. ഓരോ കേസും സുപ്രീം കോടതി വരെ എത്തിച്ച് പൗരനെ സാമ്പത്തികമായും മാനസികമായും തകർക്കുന്ന ഈ ലീഗൽ ടെററിസം അവസാനിപ്പിക്കാൻ സർക്കാർ സംവിധാനത്തിനുള്ളിൽ തന്നെ ഒരു അടിയന്തര ഫിൽട്ടറിംഗ് യൂണിറ്റ് ആവശ്യമാണെന്ന കോടതിയുടെ നിരീക്ഷണം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. 25,000 രൂപയുടെ പിഴയേക്കാൾ ഗൗരവമേറിയത് ഭരണകൂടം പൗരന്റെ വേട്ടക്കാരനായി മാറരുത് എന്ന ഭരണഘടനാപരമായ താക്കീതാണ്. അനാവശ്യമായ അപ്പീലുകൾ നൽകുന്നത് ഒരു ലഹരിയായി മാറ്റുന്ന സർക്കാർ സംവിധാനങ്ങൾ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ നീതി നിഷേധമായി മാറും. ഒടുവിൽ ഈ കേസ് ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. 10 വർഷത്തെ സർവീസ് നടത്തിയ ഒരു കോൺസ്റ്റബിളിന്റെ ജീവിതം ഒരു വശത്ത്, തങ്ങളുടെ അധികാരവും അഹങ്കാരവും സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും അപ്പീൽ നൽകാൻ തയ്യാറുള്ള ഭരണകൂടം മറുവശത്ത്. നീതി ലഭിക്കേണ്ടത് കോടതിയുടെ 4 ചുവരുകൾക്കിടയിലാണോ അതോ സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾക്കിടയിലാണോ? ജസ്റ്റിസ് നാഗരത്നയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, സർക്കാർ ഒരു മോഡേൺ ലിറ്റിഗന്റ് ആകണം, മറിച്ച് മാരകമായ വ്യവഹാരി ആകരുത്. ഇനിയെങ്കിലും ഈ അപ്പീൽ സംസ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോടതികൾ സർക്കാരിന്റെ വീണ്ടു വിചാരമില്ലാത്ത തീരുമാനങ്ങൾ തിരുത്താൻ മാത്രമുള്ള ഇടമായി മാറും. 25,000 രൂപയുടെ പിഴ വെറും കടലാസ് തുണ്ടു മാത്രമല്ല, അത് സർക്കാർ എന്ന സംവിധാനത്തിന് കോടതി നൽകിയ ഒരു കടുത്ത താക്കീതാണ്.